നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായൻ കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 2 വട്ടക്കൊമ്പൻ ചോരക്കണ്ണൻ കണ്ടൻ മുണ്ടൻ ചെമ്പൻ ചെറുമാര്യൻ പോത്തിൻ്റെ പുനർജന്മം ഇന്നിവിടെ പാരായണം ചെയ്യുന്നു. 17-ാം ദിനത്തിൽ കേൾക്കുക. ചെറുമാര്യ, നിന്റെ പൂർവജന്മം ഇങ്ങനെയാണ്. ത്രിമൂർത്തികളുടെ അനുഗ്രഹത്താൽ ദത്തൻ എന്ന ഒരു മഹാബലവാൻ ഉണ്ടായിരുന്നു. ഗാന്ധർവ പുത്രിയായ ലീലയെ അവൻ വിവാഹം ചെയ്തു. യൗവനയുക്തരായ അവർ വളരെയധികം ജീവിതം ആസ്വദിച്ച ജീവിതത്തിൽ ആനന്ദ നിർവൃതിയിൽ അവർ ആർത്തുല്ലസിച്ചു നടന്നു. ലീല തൻ്റെ കാമകേളികൾ കൊണ്ട് ദത്തനെ പുളകമണിയിച്ചു. കാലങ്ങളേറെ ചെന്നിട്ടും തനിക്ക് പിൻഗാമികളൊന്നും ജനിക്കാതെ വന്നപ്പോൾ ദത്തന് തൻ്റെ ഗാർഹസ്ഥ്യ ജീവിതത്തിനോട് വിരക്തി തോന്നി. ലീലയ്ക്കാകട്ടെ തൻ്റെ വികാരങ്ങളെ അടുക്കുവാൻ കഴിഞ്ഞില്ല. യൗവനത്തിൻ്റെ തുടിപ്പുകൾ അവളിൽ നിന്നും വിട്ടുമാറിയിട്ടുണ്ടായില്ല. തൻ്റെ കാമനകൾ ഒതുക്കുവാൻ കഴിയാതെ ലീല ദത്തനരികിലേക്ക് ഒട്ടിച്ചേർന്ന് നിന്നു. അതിനോട് വിരക്തി തോന്നിയ ദത്തൻ ലീലയിൽ നിന്നും അകന്നു നിന്നു. ഇത് കണ്ട ലീലയ്ക്ക് അതിയായ ദുഃഖം തോന്നി. അവൾ ദത്തനോട് ചോദിച്ചു, എൻ്റെ സർവസ്വമായ അവിടത്തേക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈയിടെയായിട്ട് അവിടുന്ന് വളരെയധികം തളർന്നു പോകുന്നു. ഒന്നിനോടും അവിടത്തേക്ക് താല്പര്യമില്ലാതെയായിരിക്കുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ് ഹൃദയേശ്വര അരുളി ചെയ്താലും? എന്നോട് അങ്ങേക്ക് വെറുപ്പ് തോന്നി തുടങ്ങിയോ? അപ്പോൾ ദത്തൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല ലീലെ. എനിക്ക് ഗാർഹസ്ഥ്യ ജീവിതത്തോട് വിരക്തി തോന്നുന്നു. സന്യാസം ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട ലീല ഞെട്ടിപ്പോയി. പ്രാണേശ്വര, എന്താണ് അങ്ങ് പറയുന്നത്? എന്താണ് അങ്ങേക്ക് ഇങ്ങനെ തോന്നുവാൻ കാരണം? ലീലേ, നശ്വരമാകുന്ന നമ്മുടെ ഈ ജീവിതത്തിന് എന്താണ് അർത്ഥമുള്ളത്? അനശ്വരമാകുന്ന പരമാത്മാവിലേക്കുള്ള യാത്രയാണ് സന്യാസം. അതായിരിക്കും ഉത്തമം. ഇല്ല പ്രാണനാഥ, ഒരിക്കലുമില്ല. ഗാർഹസ്ഥ്യാശ്രമ ജീവിതമാണ് ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം. അത് കഴിഞ്ഞ് സന്യാസത്തിന് സ്ഥാനമുള്ളൂ നാഥ. യൗവനം പോലും മതിവരാതെ ആസ്വദിക്കാതെ നമ്മളെങ്ങനെ സന്യാസത്തിലേക്ക് പോകും? നമ്മൾക്കൊരു പുത്രനോ പുത്രിയോ പിറന്നിട്ടില്ല. ഏവർക്കും ഗാർഹസ്ഥ്യ ജീവിതത്തിനോട് മടുപ്പ് തോന്നി തുടങ്ങിയാൽ സന്യാസവും വാനപ്രസ്ഥവും തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ നാഥ, നിർഭാഗ്യകരം എന്ന് പറയട്ടെ, എനിക്ക് ഗാർഹസ്ഥ്യ ജീവിതത്തിനോട് ഒട്ടും മടുപ്പോ വെറുപ്പോ തോന്നിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇനിയും ആനന്ദിക്കാനുള്ള സമയം ഒരുപാടുണ്ടെന്ന തോന്നൽ എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പ്രിയനെ, അടങ്ങാനാവാത്ത വികാരങ്ങളാൽ എൻ്റെ കാമനകൾ കത്തിജ്വലിക്കുന്നു. അവിടുത്തെ സുന്ദരമാകുന്ന ഈ രൂപം എന്നിലെ കാമാഗ്നിയെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അരുതിലയിലെ മാംസനിബിഡമാകുന്ന നിന്റെ ശരീരം നശ്വരമാണ്. ഇപ്പോൾ നിനക്ക് അനുഭവപ്പെടുന്ന വികാരങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ്. ശരീരമെല്ലാം ഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു പാഴ്വസ്തു മാത്രമാണ്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഇവിടെ ശരീരമാണ് അഴുകിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവുകൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ അണിയുന്നത് പോലെ പുതിയ പുതിയ ശരീരങ്ങൾ തേടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള നശ്വരമായ ജീവിതത്തെ എന്തിന് നീ അമിതമായി ആഗ്രഹിക്കുന്നു? അതിനേക്കാൾ മഹത്തരമായിട്ടുള്ള മോക്ഷപദത്തെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യന് വിവേകബുദ്ധി നൽകിയിരിക്കുന്നത്. യാതൊരു ഉപകാരപ്രദമല്ലാത്ത ഈ ജീവിതത്തിനോട് വിരക്തി തോന്നുന്നില്ലേ ലീലേ? പരമമായ സത്യത്തെ പുൽകുവാനുള്ള മോഹം മാത്രമായിരിക്കണം മനുഷ്യരായ നമുക്ക് വേണ്ടത്. ഇനി എനിക്ക് വേണ്ട എൻ്റെ ജീവിതത്തിലെ വെളിച്ചം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ വെളിച്ചത്തിൻ്റെ ഉറവിടം തേടി പോകുന്നു. നീ ഒരിക്കലും എൻ്റെ മാർഗത്തിന് തടസ്സമാകരുത്. അല്ലയോ പ്രാണനാഥ, അവിടുത്തെ വാക്കുകൾ ഏറ്റവും ഉചിതമാണെന്ന് എനിക്കറിയാം.
പക്ഷേ കേവലം അല്പബുദ്ധിയായ എനിക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമം ഗൃഹാശ്രമമാണെന്നാണ്. ആ ഗാർഹസ്ഥ്യാശ്രമത്തെ പുച്ഛിച്ചുകൊണ്ട് ഉപേക്ഷിച്ച് സന്യാസമോ ബ്രഹ്മചര്യമോ സ്വീകരിച്ചാലും അവന് ജീവിതത്തിൽ മോക്ഷം കിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ശരീരത്തിനപ്പുറത്തായി ഒന്നും തന്നെയില്ല. നന്ദി, നമസ്കാരം. തുടർന്ന് കേൾക്കുക.